കരമന അഖിൽ വധക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. മറ്റൊരു പ്രതി, അതായത് മുഖ്യപ്രതി സുമേഷാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായത്. കേസിൽ ഇതുവരെ ഏഴ് പേരാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? അനിൽഷാദ്, ശരിക്കും കരമന അഖിൽ കൊലപാതക കേസിൽ ഇപ്പോൾ മുഖ്യ പ്രതികൾ എല്ലാവരും പിടിയിലായ ഒരു സാഹചര്യമാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സുമേഷ് തന്നെയാണ് അവസാനമായി പിടിയിലായത്. ഇതോടെ കൊലപാതകം നടത്തിയ 3 പേരും പിടിയിലായതായാണ് പോലീസ് അറിയിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കൊച്ചുവേളിയിൽ നിന്നാണ് ഷാഡോ പോലീസ് സുമേഷിനെ പിടികൂടിയത്. അഖിൽ അപ്പു, വിനീത് രാജ്, സുമേഷ് എന്നിവരാണ് ഈ അഖിലിന്റെ കൊലപാതകത്തിലെ പ്രധാന പ്രതികൾ. അതായത് നേരിട്ട് ഇവിടെ കല്ലുകൊണ്ടും കമ്പിവടി കൊണ്ടും അടിച്ചു കൊലപ്പെടുത്തിയ 3 പ്രതികൾ. ഇതിൽ അഖിൽ അപ്പുവാണ് കമ്പിവടി ഉപയോഗിച്ച് ആക്രമിച്ചത്. വിനീതായിരുന്നു തലയിലും ശരീരത്തും കല്ല് എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. സുമേഷ് ആക്രമണം നടത്തിയിരുന്നു. ഈ അക്രമി സംഘത്തിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള മർദ്ദനം നൽകിയിരുന്നു. ഈ 3 പേരാണ് അവസാനമായി പിടിയിലാകാൻ ഉണ്ടായിരുന്നത്. ഇന്ന് പകലും ഉച്ചയും രാത്രിയുമായാണ് 3 പേരെയും പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഒരാളെ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് 2 പേരെ, അതായത് വിനീതിനെ ഉച്ചയ്ക്ക് ചെങ്കൽച്ചൂളയിൽ നിന്നും സുമേഷിനെ ഇപ്പോൾ ഒരല്പസമയം മുമ്പ് തന്നെ കൊച്ചുവേളിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഏതായാലും ഇന്ന് രാവിലെ പിടിയിലായ പ്രതികളുടെ ഒപ്പം തന്നെ ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ അവസാനമായി പിടിച്ചിരുന്നു. അതോടൊപ്പം കേസിൽ മൊത്തം 7 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. ഈ 3 പേർ പോരാതെ മറ്റ് 4 പേർ നേരത്തെ തന്നെ ഗൂഢാലോചന അടക്കം കാര്യങ്ങളിൽ പങ്കെടുത്തിരുന്നു. വാഹനം എത്തിച്ചു നൽകിയതിലും വാഹനം ഏർപ്പാടാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ പങ്കാളികളായ ആളുകളാണ്. കിരൺ, അതുപോലെ തന്നെ ഹരിലാൽ അടക്കമുള്ള പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. 2019 അനന്തു വധക്കേസിലെ മുഖ്യ പ്രതികൾ തന്നെയാണ് ഇവരും. അതേ സമാന രീതിയിലുള്ള കൊലപാതകം തന്നെയാണ് ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. അന്നും തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇന്നും അത്തരത്തിലുള്ള ക്രൂരമർദ്ദനവും തലയ്ക്ക് മാരകമായ പരിക്കേൽപ്പിച്ചുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ കണക്കുകൂട്ടലിൽ എല്ലാ പ്രതികളും അകത്തായതായാണ് വിവരം. ഏതായാലും മറ്റ് ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ആരെങ്കിലും ഇതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു. അനിൽഷാദ്, അതുപോലെ തന്നെ വിഷ്ണു, അതായത് ഈ പ്രതികൾ 3 പേരും നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത 3 പേർക്ക് പുറമെ മറ്റ് 4 പേർ കൂടി പിടിയിലായി. അങ്ങനെ 7 പേരും ഈ കേസിൽ പിടിയിലായിരിക്കുന്നു. ഈ ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു അടിപിടിയിലേക്കും ഈ കൊലപാതകത്തിലേക്കും പോയത് എന്നതാണ് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രതികൾ മുഴുവൻ പിടിയിലായ അവരുടെ മൊഴികളും മറ്റു കാര്യങ്ങളും നേരിട്ട് അവലോകനം ചെയ്യുമ്പോഴും അത് തന്നെയാണോ ഇപ്പോഴുമുള്ള വാർത്ത വിവരം? അനിൽഷാദ്, ഇപ്പോഴും വിവരം ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ വോട്ടെടുപ്പ് ദിനം പാപ്പനംകോട് ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് ഈ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. കൊല്ലപ്പെട്ട അഖിലും ഈ വിനീതും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. അതിൽ അഖിലിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. അഖിൽ വിനീതിനെയും ആക്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ശേഷം ഈ പക ഈ ഗുണ്ടാ സംഘം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം പല രീതിയിലുള്ള ഒത്തുതീർപ്പുകൾക്ക് കുടുംബം ശ്രമിച്ചതായാണ് കുടുംബക്കാർ നേരത്തെ തന്നെ പറയുന്നത്. വിഷയം ഇത് തന്നെയാണ്. മുൻപരിചയം ഇതിനു മുൻപ് ഇല്ലാതിരുന്നു എന്ന് തന്നെയാണ് പോലീസും അതുപോലെ ബന്ധുക്കളും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പക കാത്തിരുന്നാണ് വളരെ ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തിയത്. കമ്പിവടി കയ്യിൽ കരുതിയിരുന്നു. അതുപോലെ കൂട്ടത്തോടെ മർദ്ദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു. വാഹനത്തിൽ കാറ് വാടകയ്ക്ക് എടുത്താണ് വന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാണ്. അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വളരെ വേഗത്തിൽ ഇവരെ. മാത്രമല്ല, മറ്റൊരു കൊലക്കേസിലെ പ്രതി കൂടിയായിരുന്നു ഇതിലെ പ്രതികളിൽ ഒരാൾ, അല്ലേ? തീർച്ചയായിട്ടും ഇതിലെ പ്രതികളിൽ 2 പേർ, അതായത് വിനീതും അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ പിടിയിലായ ഈ അപ്പു എന്ന അഖിൽ, ഇവർ 2 പേരും ഈ കൊലപാതകത്തിൽ നേരത്തെ കൊലപാതകത്തിലും പങ്കാളികളായിരുന്നു. ഇവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. വിചാരണ നീണ്ടുപോയത് കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ മറ്റൊരു ക്രൂരകൃത്യം നടത്തിയതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇവർക്ക് നേരത്തെയും ഈ കൊലപാതകവുമായി, അതുപോലെ മാത്രമല്ല മറ്റ് പല കേസുകളിലും പ്രതികളാണ്. പല ആക്രമണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല കേസുകളും ഒത്തുതീർപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആക്രമണ സ്വഭാവമുള്ള ആളുകൾ തന്നെയാണ് ഇവരൊക്കെയും. ഈ കൊലപാതകത്തിൽ പങ്കെടുത്തതും അത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട
പലരും നേരത്തെ ആ 2019 അനന്തു കൊലപാതകവുമായി നല്ല ബന്ധമുള്ള ആളുകളാണ്. ഇവർ ഒന്നിച്ചുള്ള ഒരു സംഘം തന്നെയാണ്. ഇവർ മയക്കുമരുന്നിന് അടിമയാണെന്ന് അടക്കമുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും തലസ്ഥാനത്ത് ഞെട്ടിച്ച ഒരു കൊടും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഇതെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത്. അജിംഷാ, തീർച്ചയായും. കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ഒരാൾക്ക് സ്വാഭാവികമായും അത്തരത്തിൽ ക്രൂരത ചെയ്യാനാകുമോ എന്ന് നമ്മൾ, കാരണം CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഒരാളെ മൃഗീയമായി അടിച്ച് വീഴ്ത്തുക, കിടപ്പിൽ തന്നെ അയാളുടെ തലയിലേക്ക് കരിങ്കല്ലുകൾ ആഞ്ഞ് വീശുക, ഇതൊക്കെയാണ് അവർ ഈ കൊലപാതകം നയിക്കാൻ കാരണമാക്കിയ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ മയക്കുമരുന്നിൻ്റെ സ്വാധീനം തന്നെയാകും എന്ന് തോന്നിപ്പോകുന്നു CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴും, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ക്രൂരത സാധാരണഗതിയിൽ ഒരു സ്വബോധത്തോടെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. അതുമാത്രമല്ല, പ്രതികളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴും നേരത്തെ 2019 അനന്തു കൊലപാതകത്തിലും ഈ കൊഞ്ചിറവിള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവത്തിലെ തർക്കമായിരുന്നു. ഇതുപോലെയുള്ള ഒരു ചെറിയ വിഷയത്തിൽ തന്നെയായിരുന്നു അന്നും ഒരു ആക്രമണവും ഒരു സംഘർഷവും ഉണ്ടായത്. അതിനുശേഷം പക കാത്തു സൂക്ഷിച്ചതിന് ശേഷമാണ് ഈ പ്രതികൾ അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്ന ദിവസമായിരുന്നു അന്ന് ഈ അനന്തുവിനെ കണ്ടുമുട്ടി. വഴിയിൽ വെച്ച് അനന്തുവിനെ ബൈക്കിലേക്ക് കയറ്റി കൊണ്ടുപോയി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് ഈ മെയിൻ റോഡിന് സമീപത്തുള്ള ഒരു കാട് പിടിച്ച പ്രദേശത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മണിക്കൂറുകളോളം മർദ്ദിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ശരീരത്തിലടക്കം മുറിവേൽപ്പിക്കുകയും തലയിൽ കല്ലും കരിക്കും കൊണ്ടുവരെ അടിച്ച് തലയോട്ടി പൊട്ടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. ഈ അഖിലിനെ കൊലപ്പെടുത്തുമ്പോഴും വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പുറത്ത് വച്ച് ആക്രമിക്കാൻ ശ്രമിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഖിലിനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ നിലത്തിട്ട് കമ്പി വടികൊണ്ട് തലയ്ക്കടിക്കുന്നു. ബോധം പോകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു. അതായത് ശരീരം തളർന്ന് എണീക്കാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോഴും കരിങ്കല്ലെടുത്ത്, അതായത് വലിയൊരു കരിങ്കല്ലെടുത്ത് നെഞ്ചിലേക്കും വയറിലേക്കും തലയിലും ഒക്കെ മാറി മാറി ആഞ്ഞെറിഞ്ഞ് മരണം ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പ്രതികൾ പോകുന്നത്. തലയോട്ടിക്ക് വലിയ രീതിയിലുള്ള പൊട്ടലേറ്റിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രൂരമായ കൃത്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് മയക്കുമരുന്നിന്റെ സ്വാധീനം ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് കൊടും ക്രിമിനലുകളാണ്. മനുഷ്യന് ഏത് തരത്തിലും മാരകമായി മുറിവേൽപ്പിക്കുകയും കൊല്ലാനും മനസ്സ് വരുന്ന ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇവരെന്ന് വ്യക്തമാണ്. ഇത് ഇനിയൊരിക്കലും ഇതുപോലൊരു സാഹചര്യം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് എന്ന് സമൂഹം ആലോചിച്ചു പോക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അജിംഷ. ശരി വിഷ്ണു.